രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചലിലും ഉത്തർപ്രദേശിലും ബി.ജെ.പിക്ക് അട്ടിമറി ജയം. ഹിമാചലിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജനോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് സിംഗ്വി തോറ്റു. 6 കോൺഗ്രസ് എം.എൽ.എമാരും 3 സ്വതന്ത്രരും ബി.ജെ.പിക്ക് ക്രോസ് വോട്ട് ചെയ്തു. ഉത്തർപ്രദേശിൽ ബി.ജെ.പിയുടെ 8 പേരും സമാജ്വാദി പാർട്ടിയുടെ 2 പേരും വിജയിച്ചു. സമാജ്വാദി പാർട്ടിയുടെ 7 എം.എൽ.എമാർ ക്രോസ് വോട്ട് ചെയ്തു. എന്നാൽ ബി.ജെ.പിയുടെ അട്ടിമറി നീക്കം പരാജയപ്പെടുത്തി കർണാടകയിൽ കോൺഗ്രസ് 3 സീറ്റിൽ വിജയിച്ചു. ഹിമാചലിൽ കോൺഗ്രസ് സർക്കാർ പ്രതിസന്ധിയിലായി. ബിനിൽ പോത്തനുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, അട്ടിമറി വിജയമാണ് ബി.ജെ.പി സ്വന്തമാക്കിയിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരവും. ആര്യ സുരേന്ദ്രൻ, തീർച്ചയായും കോൺഗ്രസിന്റെ ഉത്തരേന്ത്യയിലെ ഏക പച്ചത്തുരുത്താണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. 68 നിയമസഭാ അംഗങ്ങളുള്ള 68 സീറ്റുകളുള്ള ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ കോൺഗ്രസിനുണ്ടായിരുന്നത് 43 എം.എൽ.എമാരുടെ പിന്തുണയാണ്. 40 കോൺഗ്രസ് എം.എൽ.എമാരും 3 സ്വതന്ത്രരും ഉൾപ്പെടെ 43 എം.എൽ.എമാരുടെ പിന്തുണയുണ്ടായിരുന്നു. ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഷുവറായും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പോലും അട്ടിമറിയിലൂടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഏതാണ്ട് 6 കോൺഗ്രസ് എം.എൽ.എമാരും 3 സ്വതന്ത്രന്മാരുമാണ് ബി.ജെ.പിക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നത്. കേവലം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് മാത്രമല്ല പ്രശ്നം, അവിടുത്തെ സർക്കാരിന്റെ നിലനിൽപ്പ് ഉൾപ്പെടെ ഇപ്പോൾ ചോദ്യമുനയിലായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം 6 എം.എൽ.എമാരെ കാണാനില്ല എന്ന് ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുക്കു മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, സർക്കാരിന് പിന്തുണ അറിയിച്ചിരുന്ന 3 സ്വതന്ത്രന്മാരെയും കാണാനാകുന്നില്ല. അതോടുകൂടി 6ഉം 3ഉം 9 എം.എൽ.എമാർ ഇതിനോടകം തന്നെ കാണാനാകാത്ത സാഹചര്യത്തിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു മെജോറിറ്റി മാർക്ക് എന്ന് പറയുന്നത് 0 മാറുകയാണ്. അതായത് 34 വീതം, അതായത് ഈ കൂറുമാറിയിട്ടുള്ള എം.എൽ.എമാരുടെ പിന്തുണ ഉൾപ്പെടെ ബി.ജെ.പിക്ക് ലഭിച്ചാൽ അത് തുല്യ അംഗമായി നിയമസഭയിൽ വരും. അപ്പോൾ കൂടുതൽ എം.എൽ.എമാരെ കൂറുമാറ്റാനായി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഉത്തരേന്ത്യയിൽ ഭരണമുള്ള ഏക സംസ്ഥാനം കൂടി നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഹൈക്കമാൻഡിന്റെ കൂടെ വിശ്വസ്തനായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വിയാണ് അവിടെ പരാജയപ്പെട്ടത് എന്നുള്ളത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഉൾപ്പെടെ കനത്ത പ്രഹരമായി മാറുകയാണ്. ഉത്തർപ്രദേശിലും സംഭവിച്ചത് യാതൊരു വിധത്തിലും വ്യത്യാസമില്ലാത്ത കാര്യങ്ങളാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ 7 എം.എൽ.എമാരെ കൂറുമാറ്റിക്കൊണ്ട് 7 സീറ്റുകൾ മാത്രം ജയിക്കാനായിരുന്ന ബി.ജെ.പിക്ക് 8 സീറ്റുകൾ ജയിക്കാനായി. അവിടെ 2 രാജ്യസഭാ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ജയിപ്പിക്കാനായത്. അതിലൊന്നിൽ ജയാ ബച്ചനാണ് SP-ക്ക് വേണ്ടി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. മറ്റൊരു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെങ്കിലും SP-ക്ക് ജയിക്കാതിരുന്ന, നിലവിലെ അംഗബലം അനുസരിച്ച് സമാജ്വാദി പാർട്ടിക്ക് ജയിക്കാമായിരുന്ന മറ്റൊരു അംഗത്തെ, അതായത് ഒരു സ്ഥാനാർത്ഥിയെ കൂടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായത്. കർണാടകത്തിൽ മാത്രമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ആശ്വാസം പകരുന്ന ഒരു വാർത്തയുണ്ടായത്. കർണാടകത്തിൽ 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും വിജയിച്ചു. അവിടെ അജയ് മാക്കാൻ ഉൾപ്പെടെ 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും വിജയിച്ചു. ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചു അവർക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം അനുസരിച്ച്. പക്ഷേ കോൺഗ്രസിന്റെ എം.എൽ.എമാരെ സ്വാധീനിച്ചുകൊണ്ട് JDS-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം എന്നൊരു സ്ട്രാറ്റജി അവിടെ ബി.ജെ.പിയും JDS-ഉം ചേർന്നിട്ടുള്ള സഖ്യം ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ DK ശിവകുമാറും സിദ്ധരാമയ്യയും പോലുള്ള സ്ട്രോങ് ഹോൾഡേഴ്സിന് മുമ്പിൽ ആ വിധത്തിലുള്ള തന്ത്രങ്ങളൊന്നും ഫലിച്ചില്ല എന്നാണ് കണ്ടത്. പക്ഷേ ഉത്തരേന്ത്യയിൽ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിയും. ഉത്തർപ്രദേശിലും അട്ടിമറി വിജയമാണ് ബി.ജെ.പി സ്വന്തമാക്കിയിരിക്കുന്നത്. ബിനിൽ പോത്തൻ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.